കൊല്ലം അഞ്ചാലമൂട് സ്കൂളിൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസ്. PT അധ്യാപകൻ റാഫിക്കെതിരെയാണ് അഞ്ചാലമൂട് പോലീസ് കേസെടുത്തത്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതായും വിദ്യാർത്ഥിയാണ് അധ്യാപകനെ ആദ്യം മർദ്ദിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അധ്യാപകനെ തല്ലിയാലും വിദ്യാർത്ഥിയെ തല്ലാൻ പാടില്ല എന്നതാണ് രീതിയെന്നും മന്ത്രി പറയുന്നു. സംഭവിച്ച 1500 കുട്ടികളുള്ള വലിയ സ്കൂളാണ്. ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെ ഇട്ടു കുട്ടികൾ. അധ്യാപനം എണീറ്റ് കുട്ടിയെ അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടി അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ അന്വേഷണം റിപ്പോർട്ട് കിട്ടി അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥിയും തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ലുണ്ട്. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇത് മന്ത്രിയുടെ ഈ ഒരു വാദത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു വിദ്യാർത്ഥി തല്ലിയാലും അധ്യാപകൻ തിരിച്ച് മർദ്ദിക്കാൻ പാടില്ല എന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പണ്ടൊക്കെ നമുക്ക് അധ്യാപകരുടെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറയ്ക്ക് അതില്ല. മാത്രമല്ല, അധ്യാപകർക്ക് നേരെ കൊലവിളി മുഴക്കുന്ന ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരുന്നു. അതിനെ ഈ ചില ബാലാവകാശ നിയമപ്രകാരവും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾക്കൊരു നിയമപരിരക്ഷയുണ്ട്. ഒരു മുൻപൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് ഈ അഞ്ചാലമൂടിലെ ഈ സ്കൂളിൽ സംഭവിച്ചത്? +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കായികാധ്യാപകന്റെ പേരിൽ അഞ്ചാലമൂട് പോലീസാണ് കേസെടുത്തത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താനുമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 3:45 കൂടിയാണ് അഞ്ചാലമൂട് ഗവൺമെന്റ് HSSൽ ഈ സംഭവം നടക്കുന്നത്. ഒരു ഇടവേള കഴിഞ്ഞ് ക്യാൻറ്റീന് സമീപം സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു. ഇത് കായികാധ്യാപകൻ ചോദ്യം ചെയ്തു. ഇതായിരുന്നു ഈ ഒരു സംഭവത്തിന് തുടക്കം. ഇത് സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വിദ്യാർത്ഥി കൈചൂണ്ടി സംസാരിക്കുകയും അധ്യാപകനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറണമെന്ന് പറഞ്ഞു. ഈ കായികാധ്യാപകൻ സംബന്ധിച്ച് ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയോടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ വിദ്യാർത്ഥി ഇത് കാര്യമായി ഏറ്റെടുത്തില്ല. ഈ ഒരു അങ്ങനെ പറഞ്ഞതിനോട് വിഭിന്നമായിട്ട് ഈ വിദ്യാർത്ഥി പ്രവർത്തിക്കാൻ ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഇരുവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു വിരോധത്തിന് കാരണമായിട്ടും അങ്ങനെ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തി. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അധ്യാപകന്റെ കയ്യിലുള്ള ഒരു താക്കോൽ കൂട്ടം വെച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നുള്ളതാണ്. വിദ്യാർത്ഥിയുടെ മൂക്കിലും നെറ്റിയിലുമെല്ലാം നല്ല രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. വിദ്യാർത്ഥി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തിരിച്ചു മർദ്ദനമേറ്റ അധ്യാപകൻ കടക്കൽ ആശുപത്രിയിലും ചികിത്സ തേടി. ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ചൈൽഡ് വെൽഫെയർ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്യായമായി തടഞ്ഞുവെക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും ഈ അധ്യാപകൻ ഇങ്ങനെ പ്രകോപിതനാകാനുള്ള സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഒരു പെൺകുട്ടിയോട് ഈ വിദ്യാർത്ഥി മോശമായി പെരുമാറി. അതേ തുടർന്നുണ്ടായ തർക്കമാണ് പിന്നീട് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഈ തർക്കത്തിലേക്കും പിന്നീട് ഏറ്റുമുട്ടലിലേക്കൊക്കെ വഴിവെച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ക്രൂരമായി ഈ അധ്യാപകൻ മർദ്ദിച്ചതിന് അതിന് തക്കതായ കാരണമുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ഒരു സംസാരമായിരുന്നു. ഇതിനിടയിലാണ് ഈ അധ്യാപകൻ ഇടപെടേണ്ടി വന്നത്. ഇത് ഈ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെടാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചില വിദ്യാർത്ഥികൾ അധ്യാപകരെ ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിലുള്ള ചില ശൈലികൾ ഇപ്പോഴും കലാലയങ്ങളിൽ പിന്തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെ ഇവിടെയും ആവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. ഹൈസ്കൂൾ അപ്പോൾ ഞാനത് അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ള
ഒരു ഇത് തന്നെയാണ് അവിടെ പ്രകടമായതെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ക്ലാസ്സിലേക്ക് പോകണം എന്ന് ഈ അധ്യാപകൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ വിദ്യാർത്ഥി പോകാതെ അധ്യാപകന്റെ ആ ഒരു വാക്ക് പൂർണ്ണമായി അനുസരിക്കാതെ ആ അധ്യാപകനെ കളിയാക്കുന്ന തരത്തിൽ അത് വളരെ പതുക്കെ നടന്നു പോയി എന്നാണ് പറയുന്നത്. വളരെ പതുക്കെ പോയപ്പോൾ അധ്യാപകൻ വീണ്ടും ചോദ്യം ചെയ്തു. അത് ഈ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം, ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംസാരം ഒരുപക്ഷെ അവരങ്ങനെ അത് പറഞ്ഞു തീർക്കുമായിരുന്നു. അവിടെ ഈ അധ്യാപകൻ ഇടപെടേണ്ടി വന്നു. അത് വേറൊരു സംഭവമാണ്. അതാണ് ഇത് വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചു. എന്തായാലും രക്തത്തിൽ കുളിച്ചു നിന്നൊരു സാഹചര്യം ഉണ്ടായെന്നാണ് സഹപാഠികൾ പോലീസിന് പോലും മൊഴി നൽകിയത്. വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ച് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അയാളുടെ മുഖത്തുൾപ്പെടെ, ഈ വിദ്യാർത്ഥിയുടെ മുഖത്തുൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കുകളാണ് ഏറ്റത്. രക്തം വാർന്നൊലിച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. കുട്ടികളെല്ലാം വലിയ ഭീതിയിലായിരുന്നു. അങ്ങനെയാണ് പ്രിൻസിപ്പാൾ ഇടപെട്ട് പോലീസിൽ വിവരം അറിയിക്കുന്നതും പോലീസ് സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ അധ്യാപകനെതിരെ മാത്രമാണോ നിയമ നടപടി ഉള്ളത്? ഈ 17കാരനെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടോ? കാരണം ഈ പെൺകുട്ടിയെ അപമാനിച്ച കേസുണ്ട്, അധ്യാപകനെ ആക്രമിച്ച കേസുണ്ട്. അതോ ഈ പ്രായത്തിൻ്റെ പരിഗണന കൊണ്ട് ആ വിദ്യാർത്ഥിക്കെതിരെ ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലേ? നിലവിൽ പോലീസ് രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് സൂചിപ്പിച്ചുകൊണ്ട് പ്രായത്തിന്റെ പരിഗണന എന്തായാലും ഈ വിദ്യാർത്ഥിക്കുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് നമുക്കറിയാൻ കഴിയുന്നത് കുട്ടിയെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്നും മാറ്റി നിർത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ അല്പസമയം മുന്നേ വന്ന മന്ത്രിയുടെ മാധ്യമങ്ങളോട് പറഞ്ഞതിലും അത് വ്യക്തമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇത് നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച ഇതെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പും മന്ത്രി നൽകിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. അഞ്ചാലമ്മൂട്ട് സ്കൂളിൽ പ്ലസ് 2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.